ഇറാനിലെ ആ സുരക്ഷാ കോട്ടയ്ക്ക് നേരെ മിസൈലുകൾ ചീറിപ്പാഞ്ഞപ്പോൾ ശത്രുക്കൾ ലക്ഷ്യം കണ്ടെന്ന് കരുതിയിരിക്കാം. പക്ഷേ ഫെബ്രുവരി 28-ലെ ആ രാത്രിയിൽ വിധി മറ്റൊന്നാണ് കരുതിവച്ചിരുന്നത്. ഇറാന്റെ അടുത്ത കരുത്തനായി ലോകം കാണുന്ന മുജ്തബ ഖമേനി മരണത്തെ വെട്ടിച്ച് ജീവിതത്തിലേക്ക് നടന്നു കയറിയത് കേവലം സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ്. മിസൈലുകൾ ആ കെട്ടിടത്തെ തകർക്കുന്നതിന് നിമിഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പുറത്തേക്ക് നടന്നത് വെറുമൊരു ഭാഗ്യമല്ല, മറിച്ച് ഇറാന്റെ പോരാട്ടവീര്യം ഇനിയും അവസാനിച്ചിട്ടില്ല എന്നതിന്റെ സൂചനയാണ്. ഈ അത്ഭുത രക്ഷപ്പെടലും അതിനു പിന്നാലെ പുറത്തുവന്ന ഓഡിയോ വെളിപ്പെടുത്തലുകളും പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ കളികൾ ഇനി മാറ്റിമറിക്കപ്പെടുമെന്ന് ഉറപ്പിച്ചുകഴിഞ്ഞു. റിപ്പോർട്ടുകൾ പ്രകാരം ശനിയാഴ്ച, അതായത് ഫെബ്രുവരി 28-ന് രാവിലെ മുജ്തബ ഖമേനി തന്റെ പിതാവായ അലി ഖമേനിയോടൊപ്പം കൊട്ടാര സമുച്ചയത്തിലുണ്ടായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ കുറച്ചു സമയത്തേക്ക് പുറത്തേക്ക് പോകേണ്ട സാഹചര്യമുണ്ടായതോടെ അദ്ദേഹം കെട്ടിടത്തിൽ നിന്ന് മാറി നിന്നിരുന്നു. പിന്നീട് പുറത്തുവന്നതായി പറയപ്പെടുന്ന ഒരു ചോർന്ന ഓഡിയോ സംഭാഷണം അന്നത്തെ സംഭവവികാസങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ വെളിപ്പെടുത്തുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ആ ഓഡിയോയിൽ പറയുന്നതനുസരിച്ച് മുജ്തബ ഖമേനി മുറ്റത്തേക്ക് പോയതിനു പിന്നാലെ കെട്ടിടം ലക്ഷ്യമിട്ട് ശക്തമായ മിസൈൽ ആക്രമണം നടന്നുവെന്നാണ് സൂചന. മാർച്ച് 12-ന് നടന്നതായി പറയപ്പെടുന്ന ഒരു സ്വകാര്യ യോഗത്തിൽ നിന്നാണ് ഈ ഓഡിയോ പുറത്തുവന്നതെന്നാണ് റിപ്പോർട്ടുകൾ. പ്രമുഖ അന്താരാഷ്ട്ര വാർത്താമാധ്യമമായ WION ഉൾപ്പെടെയുള്ളവർ ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ യോഗത്തിൽ ഖമേനിയുടെ ഓഫീസിലെ പ്രോട്ടോകോൾ വിഭാഗം മേധാവിയായ മസാഹർ ഹുസൈനി മുതിർന്ന നേതാക്കളോടും സൈനിക കമാൻഡർമാരോടും സംഭവത്തിന്റെ ക്രമം വിശദീകരിച്ചതായി പറയുന്നു. അദ്ദേഹത്തിന്റെ വിവരണത്തിൽ മുജ്തബ ഖമേനി പുറത്തുനിന്ന് വീണ്ടും മുകളിലേക്ക് പോകുന്നതിനിടയിലാണ് മിസൈലുകൾ കെട്ടിടത്തിൽ പതിച്ചതെന്നും അതോടെ വലിയ നാശനഷ്ടം സംഭവിച്ചതെന്നും വ്യക്തമാക്കുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം കുറഞ്ഞത് 3 ശക്തമായ മിസൈലുകൾ ഖമേനിയുടെ കൊട്ടാര സമുച്ചയത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പതിച്ചതായി പറയുന്നു. അവയിലൊന്ന് പരമോന്നത നേതാവ് താമസിച്ചിരുന്ന ഭാഗത്തും മറ്റൊന്ന് മുജ്തബ ഖമേനി താമസിച്ചിരുന്ന മുകളിലത്തെ നിലയിലും പതിച്ചതായും വിവരങ്ങൾ പുറത്തുവന്നു. മറ്റൊരു മിസൈൽ അടുത്ത ബന്ധുവിന്റെ വസതിയിലും പതിച്ചതായി പറയപ്പെടുന്നു. ആക്രമണം അതീവ ശക്തമായിരുന്നുവെന്നും അതിന്റെ ആഘാതത്തിൽ നിരവധി കുടുംബാംഗങ്ങൾക്കും അടുത്തവർക്കും ജീവൻ നഷ്ടപ്പെട്ടുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു. ആക്രമണത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് പുറത്തുവന്ന വിവരങ്ങൾ വളരെ ദാരുണമായ അവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത്. ഇറാന്റെ സൈനിക ഘടനയുമായി ബന്ധപ്പെട്ട ചില മുതിർന്ന വ്യക്തികളും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ പറയുന്നു. ആക്രമണത്തിന്റെ ആഘാതം അത്രമേൽ ശക്തമായിരുന്നതിനാൽ ചിലരെ തിരിച്ചറിയാൻ പോലും ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെന്ന് ചോർന്ന ഓഡിയോയിൽ പറയപ്പെടുന്നുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. എന്നിരുന്നാലും ഈ ദുരന്തത്തിനിടയിലും മുജ്തബ ഖമേനി അത്ഭുതകരമായി രക്ഷപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അദ്ദേഹത്തിന്റെ കാലിന് ചെറിയ പരിക്ക് സംഭവിച്ചതായി ചില വിവരങ്ങൾ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം പിന്നീട് രാജ്യത്തെ ജനങ്ങളോട് സന്ദേശം നൽകുകയും സുരക്ഷാ സാഹചര്യങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഗൾഫ് മേഖലയിലെ സൈനിക സാഹചര്യങ്ങളെക്കുറിച്ചും വിദേശ സൈനിക താവളങ്ങളെക്കുറിച്ചും അദ്ദേഹം കടുത്ത മുന്നറിയിപ്പുകൾ നൽകിയതായും ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിനിടെ മുജ്തബ ഖമേനിയുടെ ആരോഗ്യനിലയെക്കുറിച്ച് അന്താരാഷ്ട്ര തലത്തിൽ പലവിധ അനുമാനങ്ങളും പ്രചരിച്ചു. ചില വിദേശ നേതാക്കൾ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് സംശയങ്ങൾ ഉന്നയിച്ചിരുന്നുവെങ്കിലും ഇറാന്റെ ഔദ്യോഗിക വൃത്തങ്ങൾ അദ്ദേഹം സുഖമായിരിക്കുന്നുവെന്നും രാജ്യത്തിന്റെ നേതൃത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടരുന്നുണ്ട് എന്നും വ്യക്തമാക്കിയതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഇറാന്റെ ഭരണ സംവിധാനവും സുരക്ഷാ സംവിധാനങ്ങളും ഈ പ്രതിസന്ധിക്കിടയിലും ഉറച്ച നിലപാടോടെ പ്രവർത്തിക്കുന്നുവെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇതിനിടയിൽ പുതുതായി പുറത്തുവന്ന മറ്റൊരു റിപ്പോർട്ടും അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയാവുകയാണ്. കുവൈത്തിലെ പ്രശസ്ത മാധ്യമമായ അൽ ജാരിദയുടെ റിപ്പോർട്ട് പ്രകാരം ആക്രമണത്തിൽ പരിക്കേറ്റ മുജ്തബ ഖമേനിയെ കൂടുതൽ മികച്ച ചികിത്സാ സൗകര്യങ്ങൾക്കായി രഹസ്യമായി റഷ്യയിലേക്ക് മാറ്റിയതായി സൂചനകളുണ്ട്. റിപ്പോർട്ടുകൾ അനുസരിച്ച് അദ്ദേഹത്തെ പ്രത്യേക വിമാനത്തിൽ മോസ്കോയിലേക്ക് കൊണ്ടുപോയി ചികിത്സ നൽകുകയാണെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഈ വിവരം സംബന്ധിച്ച് റഷ്യ ഔദ്യോഗികമായി യാതൊരു സ്ഥിരീകരണവും നൽകിയിട്ടില്ല. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ തുടരുന്ന സാഹചര്യത്തിൽ തെഹ്റാനിൽ നടന്ന ഈ സംഭവം മേഖലയിലെ രാഷ്ട്രീയവും സുരക്ഷാ ചർച്ചകളും കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ്. എന്നിരുന്നാലും ചരിത്രപരമായി അനേകം പ്രതിസന്ധികളെ അതിജീവിച്ച രാജ്യമാണ് ഇറാൻ. വിവിധ ചല്ലുനിളികൾക്കിടയിലും സ്വന്തം സ്വാതന്ത്ര്യവും ദേശീയ ആത്മവിശ്വാസവും സംരക്ഷിച്ചു മുന്നേറാനുള്ള ശക്തി ഇറാനിയൻ സമൂഹത്തിനുണ്ടെന്ന് പല നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നു.
ഈ സംഭവവും ആ ശക്തിയുടെ മറ്റൊരു പരീക്ഷണഘട്ടമായി മാറിക്കൊണ്ടിരിക്കുകയാണ്.